ഈ വരുന്ന നവംബർ 22 മുമ്പ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അധികാര കൈമാറ്റത്തിന് വേണ്ടുന്ന വേദി ഒരുക്കണം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ബീഹാറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി ഏതാണ്ടൊക്കെ നമുക്കറിയാം. വലിയ രീതിയിൽ അവിടെ രാഹുൽ ഗാന്ധി ഇളക്കി മറിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ, അതോ BJP അനായാസ വിജയം, NDA നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള NDA, BJP സഖ്യം ആയിട്ടുള്ള NDA, BJP LJP ഉണ്ട്, ലോക് ജനശക്തി പാർട്ടിയുണ്ട്, പിന്നെ മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, അങ്ങനെ ഏതാനും പാർട്ടികളുണ്ട്. അവർ അനായാസ ജയം നേടി അധികാരത്തിൽ തുടരുമോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഒന്ന്, പൊളിറ്റിക്സിനകത്ത് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി വളരെ ആവശ്യകതയാണ്. കാരണം പബ്ലിക്കിനെ നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന് ആ ഒരു പർട്ടിക്കുലർ പ്രസ്ഥാനത്തിന് മേൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് മേൽ ഒരു വിശ്വാസ്യത ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇളക്കി മറിക്കാനൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അദ്ദേഹം ഒരു വലിയ യാത്രയൊക്കെ അവിടെ നടത്തുന്നുണ്ട്. വോട്ടർ അധികാര യാത്ര അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഉന്നയിച്ച വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ഉണ്ടയില്ല വെടിയെ തുടർന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും പുള്ളി കാണുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ചില തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം രാഹുൽ ഗാന്ധി എല്ലാവരും കൂടി പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്ത് മറ്റേ കീ കൊടുത്തൊരു റോബോട്ടിനെ ഓണാക്കുന്നത് പോലെ ആ സമയത്ത് കൊണ്ടുവരുന്നു. അദ്ദേഹം പെട്ടെന്ന് പോലും കുറേ യാത്രകളും ബഹളങ്ങളും ഒക്കെ നടത്തുന്നു. അത് കഴിയുമ്പോൾ പുള്ളി അവിടെ നിന്ന് പാടെ അപ്രത്യക്ഷമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പുള്ളി ഉന്നയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിൽ പറയുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ പറയാൻ ക്യാമ്പയിൻ ഡിഫറൻ്റ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നത് പോളിസി മാറ്റേഴ്സ് ഉണ്ടല്ലോ, ആ പോളിസി മാറ്റേഴ്സ് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2017 ഗുജറാത്തിൽ അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വലിയ രീതിയിൽ ഈ കാസ്റ്റ് പരമായ ഡിഫറൻസ്, പട്ടേൽ സമരം, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം ഒരു വലിയ ടെമ്പിൾ റൺ യാത്ര നടത്തിയിരുന്നു. നമുക്ക് ഓർമ്മയാണ്, രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഭസ്മം തൊടുന്നു, ചന്ദനം തൊടുന്നു, കുങ്കുമം തൊടുന്നു, പൂണൂലിടുന്നു, ജാനുദാരി ബ്രാഹ്മണാകുന്നു. 2017 ദത്താത്രേയ എന്തോ അല്ലെ അതിന്റെ ഗോത്രത്തിൽ ജനിച്ച ആളാണെന്ന് പറയുന്നു. അങ്ങനെ വലിയ ഇതായിരുന്നു. അദ്ദേഹം ഉടുപ്പിന്റെ പുറത്തൂടെ പൂണൂലിടാൻ വരെ ശ്രമിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. 2017 ഗുജറാത്തിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോയി. പിന്നെ അദ്ദേഹം മറ്റൊരു സംഭവമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തെ PR ഏജൻസി അദ്ദേഹത്തിനോട് പറയും, ഇന്നതാണ് താങ്കളുടെ ഈ തിരഞ്ഞെടുപ്പിലുള്ള അങ്ങയുടെ അറ്റയറുത്, അങ്ങയുടെ ഡ്രസ്സിങ് ഇതായിരിക്കണം, അങ്ങയുടെ രൂപം ഇതായിരിക്കണം എന്നൊക്കെ പോളിസി ഇതായിരിക്കണം. അപ്പൊ പുതിയൊരു രാഹുൽ ഗാന്ധി വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടി ഇതാ രാഹുൽ ഗാന്ധി വീണ്ടും അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാൾ പുകഴ്ത്തും. ആ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെല്ലാവരും ഏതെങ്കിലും മാളത്തിലേക്ക് പോകും. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരും, രാഹുൽ ഗാന്ധി പുതിയൊരു സംഭവമായി വരും, അതാ BJP ഉറപ്പിക്കുന്നു എന്നും പറഞ്ഞ് പുതിയ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുള്ള അവതരണം വരും. അപ്പം അതിൻ്റെ ഒരു തുടർച്ച മാത്രമേ ഞാൻ ബീഹാറിലും കാണുന്നുള്ളൂ. ബീഹാറിലെ ജനങ്ങൾക്കറിയാം ഇവർ വോട്ടർ അധികാര യാത്രയൊക്കെ നടത്തുന്നുണ്ട്. എന്നാണ് ജനങ്ങൾക്ക് ബീഹാറിൽ വോട്ട് ചെയ്യാൻ അധികാരം കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ലാലു പ്രസാദും മക്കളും കൂടി അവിടെ ജംഗിൾ രാജ് നടത്തിക്കൊണ്ടിരിക്കുകയും പോളിംഗ് ബൂത്ത് ഒന്നടങ്കം പിടിച്ചെടുക്കുകയും അവിടെ മര്യാദയ്ക്ക് പോളിംഗ് നടത്തണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഉദ്യോഗസ്ഥരെ തോക്കിന്റെ മുനയിൽ നിർത്തുകയും പറഞ്ഞാൽ കേൾക്കാത്തവരെ കൊന്നുതള്ളിയും ഒക്കെ തന്നെയാണ് അവിടെ രാഷ്ട്രപതി ഭരണം പോലെ. അത് കോൺഗ്രസ് തന്നെ കാലാകാലങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണമാണ്. ഇപ്പൊ അതേ ലാലു പ്രസാദിനെയും മകനെയൊക്കെ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ടാണ് വോട്ടർ അധികാര യാത്ര എന്നും പറഞ്ഞ് ബീഹാറിലേക്ക് ഇറങ്ങിച്ചത്. ബീഹാറിലെ ജനങ്ങൾക്ക് അറിയാലോ തങ്ങൾക്ക് എന്നാണ് മര്യാദയ്ക്കൊന്ന് വോട്ട് ചെയ്യാൻ അധികാരം കിട്ടിയത്. വോട്ടിംഗ് മെഷീൻ, സത്യം പറഞ്ഞാൽ വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം മാത്രമാണ് ബീഹാറിൽ മാന്യമായ ഒരു തെരഞ്ഞെടുപ്പ്. ഒറ്റ ബാലറ്റ് പേപ്പർ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. മെഷീൻ എടുത്തുകൊണ്ട് വെച്ചാലും ഈ സാധനത്തിനകത്ത് ഇത് വോട്ട് ചെയ്തിട്ടേ തിരിച്ചു കൊണ്ടൊന്ന് സീൽ ചെയ്തൊക്കെ വെക്കാന്ന് പറയുന്ന എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം മാത്രമാണ് ബീഹാറിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു അധികാരം കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ മനുഷ്യൻ വോട്ടർ അധികാര യാത്ര എന്ന് പറഞ്ഞ് ബീഹാറിലേക്ക് തന്നെ ഇറങ്ങി. പോളിംഗ് സ്വാതന്ത്ര്യം കിട്ടിയത്. അതെ. അപ്പോൾ ഈ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ചലനങ്ങൾ ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ്
താങ്കൾ പറയുന്നത്. ഞാൻ എൻ്റെ ചോദ്യത്തിൽ ആദ്യം തന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ വോട്ട് ചോരിയുടെ പേരിലാണ് അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അവിടെ വലിയ ഇളക്കിമറിക്കൽ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ ആ വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു വലിയ തർക്കം നമ്മൾ കണ്ടു. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ RJD അങ്ങ് പ്രഖ്യാപിച്ചു. തേജസ്വി യാദവിനെയാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ കോൺഗ്രസ് കടുത്ത എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷം MLA മാർ കൂടി ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ എന്താ പറയുക, ചക്കളത്തിൽ പോരാട്ടം അതാണോ ഇപ്പോൾ? അതാണ് പ്രശ്നം. ഞാൻ ആദ്യമേ പറഞ്ഞത്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പറയുന്ന ഒരു പർട്ടിക്കുലർ വിഭാഗം, ആ പറയുന്നതിനകത്ത് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്, എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട്, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഒരു ഭാഗത്ത് BJP സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിശ്വാസ്യത പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബീഹാറിൽ പണ്ടത്തെ പോലത്തെ കറപ്ഷനോ അല്ലെങ്കിൽ വഴിവിട്ട ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നൊന്നുമില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും വലിയ ജനങ്ങളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് സ്വൈര്യ ജീവിതം, ശാന്തി ഒക്കെ. വീട്ടിൽ വന്ന് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ആൾക്കാർക്ക് വളരെ സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും ഇവിടെ ഇരുന്നുകൊണ്ട് ബീഹാർ എന്ന് പറയുന്നത് ഭീമാരു സ്റ്റേറ്റ് ആണ്, ബീഹാറിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പലപ്പോഴും ഉത്തരേന്ത്യയെ കുറിച്ചിട്ടുള്ള പരിഹാസങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഹാൻഡിൽ കണ്ടില്ലേ, BDയും ബീഹാറും 2 ബിയിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ ഇവിടെ നിന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ അവസാനം അത് പിൻവലിക്കുകയും കേരള കോൺഗ്രസിന് മാപ്പ് പറയുകയും ചെയ്യേണ്ടി വരുന്നതാണ്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് എസ്പെഷ്യലി കേരളക്കാർക്ക് ബീഹാറിനെ കുറിച്ചിട്ടുള്ള ഒരു പുച്ഛമുണ്ട്. അതെ അതെ, അത് ഇവിടുത്തെ ഇടതുപക്ഷ ഇന്ത്യയെ കുറിച്ച് തന്നെ പുച്ഛമാണ്. ബീഹാറിനെ കുറിച്ചിട്ട് UP യെ അവർ ഏറ്റവും കൂടുതൽ പുച്ഛം പറയുന്നത്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാലം ബീഹാർ ഭരിച്ചതും ഈ പറയുന്ന UP ഭരിച്ചതും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള കാര്യം അവരങ്ങ് പാടെ വിസ്മരിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത്. വാട്ടെവർ എന്തായിരുന്നാലും ശരി തന്നെയാണ്. അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് അവരെ കാത്തിരിക്കുന്നതാണ്. ഈ ഇന്ത്യ മുന്നണി ഇവരാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ തങ്ങളുടെ മുൻപിലേക്ക് എന്താണ് വരാൻ പോകുന്നത്. അല്ല, NDA മുന്നണി ഭരണ തുടർച്ച നേരിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യവും സിവിലൈസ്ഡ് ഭരണവുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഒരു ജംഗിൾ രാജാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചക്കളത്തീ പോരാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സർവേകൾ, മാധ്യമങ്ങളൊക്കെ നടത്തിയ ചില സർവേകളൊക്കെ പുറത്തു വന്നു. അക്കൂട്ടത്തിൽ അവർ ഏറ്റവും ഇപ്പോൾ കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഇതും വന്നു. 324 സീറ്റ് നേടി NDA അധികാരത്തിൽ വരും, മോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് തുടരുമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ബീഹാറിലെ സർവേയിലും NDAയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല BJP ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് സർവേയിൽ കണ്ടെത്തിയതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഈ സർവേയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, BJP ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. ഈ ഏറ്റവും ശക്തമായ കേഡറുള്ള ഈ 4 പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ BJP ഒരുപക്ഷെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് 2014 ഒരു സാഹചര്യം അറിയാം. 2014 BJP ഒറ്റയ്ക്ക്, RJD ഒറ്റയ്ക്ക്, കോൺഗ്രസ് ഒറ്റയ്ക്ക്, JD ഒറ്റയ്ക്ക് എന്നുള്ള നിലയിലാണ് മത്സരിച്ചത്. ഈ 4 ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 40 പാർലമെന്റ് സീറ്റുകളിൽ 34 BJP ജയിച്ചു. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് നിന്നാൽ, എല്ലാവരും ഒറ്റയ്ക്കാണെങ്കിൽ BJP ഒറ്റയ്ക്ക് നിന്ന് അത്രയും ജയിക്കാൻ പറ്റും. അപ്പൊ BJP തന്നെയാണ് ബീഹാറിലെ ഏറ്റവും സമാനമായ ഒരു ദൃശ്യം നമ്മൾ യുപിയിലും കണ്ടതാണ്. അതെ, മഹാരാഷ്ട്രയിലും നമ്മൾ ഒരു കണ്ടതാണ്. അത് BJP എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് എല്ലാവർക്കും കൂടി പരസ്പരം കൈകൂട്ടി പിടിക്കേണ്ടുന്ന സാഹചര്യം. അത് നിലനിൽപ്പിനായിട്ടുള്ള ഒരു കൈകൂട്ടി പിടിക്കൽ മാത്രമാണ്. നമ്മൾ ഇപ്പൊ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മുങ്ങും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവർ എത്തുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ആ സർവേ ഞാൻ കാണുന്നത്. അതിനകത്ത് വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല മുമ്പൊരിക്കലും BJP എനിക്ക് തോന്നുന്നു 2000-ന്റെ തുടക്കത്തിലോ 2000-ന്റെ മിഡിലോ എപ്പോഴാണ് 2010-ന്റെ BJP ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുണ്ട് അവിടെ. അത് ജാർഖണ്ഡ് വിഭജിക്കുന്നതിന് മുമ്പാണ്.
അല്ല, ജാർഖണ്ഡ് വിഭജിക്കുന്നതിന് മുമ്പ് BJP അവിടെ ഒറ്റക്കക്ഷിയായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോഴും നിതീഷ് കുമാറിനെ തന്നെയാണ് BJP മുഖ്യമന്ത്രി 2007 ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 കണ്ടോ തെരഞ്ഞെടുപ്പ് നടന്ന് 2006-7 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്, അതായത് ലാലു റെയിൽവേ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്ന് അന്ന് ഇതുപോലെ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. NDAക്കും കിട്ടിയില്ല. മറ്റേ ലാലുവും കോൺഗ്രസും 2 തട്ടിലായിരുന്നു അവിടെ മത്സരിച്ചത് ബീഹാറിൽ. പക്ഷെ അവര് കേന്ദ്രത്തിൽ ഒരുമിച്ചായിരുന്നു. അതിന്റെ തർക്കം നിമിത്തം അവിടെ സർക്കാർ രൂപീകരിക്കാനായില്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ JDUവും BJPയും വലിയ മാർജിനിൽ ജയിച്ചു വന്നു. അല്ല, ഞാൻ പറയുന്നത് അതിനു മുമ്പ് വാജ്പേയി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. വാജ്പേയി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഈ പറയുന്ന പോലെ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപ് BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആ സമയത്തും നിതീഷിനെ തന്നെയാണ് BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷമാണ് ജാർഖണ്ഡ് വിഭജിക്കുകയും മറ്റൊരു സംസ്ഥാനമായി മാറുകയും. ജാർഖണ്ഡ് മേഖലയിൽ അന്ന് BJPക്ക് വലിയ ശക്തി, ഇന്നും വലിയ ശക്തിയുണ്ട്, അന്ന് വലിയ ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ BJP JDUവിനേക്കാളും വലിയ രീതിയിൽ മുമ്പിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ മാന്യത അന്നും BJP കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബീഹാറിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഈ നവംബർ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. അത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ജംഗിൾ രാജിനാണോ അതോ ജനാധിപത്യത്തിനാണോ ബീഹാറിൽ ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.